അപ്പോൾ ഞാനത് അറിയാൻ വേണ്ടി ഞാൻ പറയാൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ ബ്രസ്റ്റ് മാത്രമല്ല, എനിക്ക് പല ബോഡിയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എൻ്റെ കഴുത്തിലുള്ള പിഗ്മെൻറ്റേഷനാണ്. ഞാനത് പ്രഗ്നൻ്റ് ആയി 1 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് കഴുത്തിൽ ഭയങ്കര പിഗ്മെൻറ്റേഷനാണ്. എനിക്ക് അൺട്രാംസ് തീരെ ഡാർക്ക്നെസ്, ഒട്ടും ഡാർക്ക് അല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ നല്ല പോലെ എൻ്റെ അൺട്രാംസ് ഡാർക്കായി, എൻ്റെ പ്രൈവറ്റ് പാർട്സ് ഡാർക്കായി, ഇതൊക്കെ കുറച്ചും കൂടി ഡാർക്കായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഡ്രസ്സിൻ്റെ പുറത്തു കൂടെ കാണുന്ന ഈ ബ്രസ്റ്റ് മാത്രമല്ലേ കാണുന്നുള്ളൂ. അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നത്. എനിക്കിതൊക്കെ കാണുമ്പോൾ അയ്യോ എൻ്റെ ശരീരമാകെ മാറിയല്ലോ, എൻ്റെ ശരീരത്തിന് എനിക്കിതല്ല തോന്നുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അല്ല, എൻ്റെ സംശയം ഇതൊക്കെ ഇപ്പം ആരാണ് ചോദിച്ചത്? ഇത് ആർക്കാണ് അറിയേണ്ടത്? അല്ല, ഇതാരാണ് കണ്ടത്? ഈ അണ്ടർആംസും അണ്ടർവെയറും ഒക്കെ ഈ കറുപ്പും ചുവപ്പും മഞ്ഞയൊക്കെ ആയത് ആരാണ് അറിഞ്ഞത്? ഇതാരും അറിഞ്ഞിട്ടില്ല. ഇത് അറിയേണ്ടുന്ന ഏക വ്യക്തി, അല്ലെങ്കിൽ അറിയാൻ സാധ്യതയുള്ള ഏക വ്യക്തി ഈ അംജുക്ക എന്ന് പറയുന്ന ഈ ഒരു പകേരാണ്. ഓനെ ഒന്ന് ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓനത് പൊരുത്തപ്പെടും. ഈ രീതിയിൽ കളർ മാറ്റമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനാണ് ഇത് പൊരുത്തപ്പെടേണ്ടത്. അല്ലാതെ ഈ നാട്ടുകാരോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? എനിവേ, അസ്ലാം അർലിയെ കുറിച്ച് നമ്മൾ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് അസ്ലാം അർലിയെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. കാരണം അസ്ലാം അർലി സോഷ്യൽ മീഡിയയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പെൺകുട്ടി തന്നെയാണ്. ആ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആണ് കുറച്ച് നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ വിപത്തായി മാറിയേക്കാവുന്ന ഒരു സെക്സ് എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു. അതിൽ നിന്നൊക്കെ വിട്ട് തന്റെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് കുടുംബ ബന്ധത്തിന് വലിയ രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പെൺകുട്ടിയായി അസ്ലാം അർലി വളരെ ക്വിക്കായിട്ട് മാറി. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ അസ്ലാം അർലിക്ക് അവിടെ നേരിടേണ്ടി വന്ന ചില സങ്കീർണമായ ചില ബുദ്ധിമുട്ടുകൾ, ഈ ഒരു വീഡിയോ അസ്ലാം അർലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അസ്ലാം അർലിക്ക് ഉണ്ടായ ചില തിക്താനുഭവങ്ങൾ, അതാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നിങ്ങളെ പ്രസവിച്ചപ്പോഴും നിങ്ങളുടെ അമ്മയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകും. അത് ഫിസിക്കലി കാണുന്ന വ്യത്യാസം മാത്രമല്ല, മെന്റലി ആണെങ്കിലും ഇമോഷണലി ഫിസിക്കലി ഒക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിക്ക് വന്നത്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് മാറ്റങ്ങളിൽ വരാൻ ഞാനും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലും മാറ്റം ഉണ്ടാവും. ഇപ്പം എനിക്ക് സ്ട്രെച്ച് മാർക്സ് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. എനിക്കപ്പോൾ സ്ട്രെച്ച് മാർക്സ് വരും. ഇങ്ങനെ ഞാൻ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തടിക്കുമായിരിക്കും, ചിലപ്പോൾ മെലിയുമായിരിക്കും, സ്ട്രെച്ച് മാർക്സ് വരായിരിക്കും. എന്തായാലും അതെൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഞാൻ അതിൽ ഹാപ്പിയാണ്. അതാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കുഞ്ഞിന് വേണ്ടി ഇത്രയും തിക്താനുഭവങ്ങൾ സഹിക്കാൻ തയ്യാറാവുന്ന അസ്ലയെ ആയിരുന്നു നമ്മൾ ഇതിനു മുമ്പ് വിമർശിച്ചിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. സ്ട്രെച്ച് മാർക്കൊന്നും വരുന്നതിൽ തനിക്ക് ഒരു വിഷയമില്ല, ഒരു പരാതിയില്ല, ആരോട് ഒരു പരാതിക്കില്ല എന്നാണ് പറയുന്നത്. എത്ര സ്ട്രെച്ച് മാർക്ക് വന്നോട്ടെ, താൻ പ്രസവിക്കാൻ റെഡിയാണ്. തനിക്ക് കുഞ്ഞിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. സ്ട്രെച്ച് മാർക്കിന്റെ പേരിൽ ഇനി അങ്ങോട്ടുള്ള ഈ പറഞ്ഞ തന്റെ കരിയർ തന്നെ നശിച്ചാൽ, സിനിമ അവസരങ്ങൾ, ഒരുപക്ഷെ ഐശ്വര്യ റായിയൊക്കെ പ്രസവിക്കുന്നതിന് മുമ്പ് ഇതുപോലെ വറീഡായിരുന്നു. സ്ട്രെച്ച് മാർക്ക് വന്നു കഴിഞ്ഞാൽ തന്റെ കരിയർ നശിക്കുമോ, അവസരം നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ആകുലതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അസ്ല എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്കും അതൊന്നുമില്ല. അതിനൊന്നും യാതൊരു വാല്യൂ കൊടുക്കുന്നില്ല. തന്റെ ജീവിതത്തിൽ തനിക്കൊരു കുഞ്ഞ് വേണമെന്നുള്ള ഒരു ആഗ്രഹത്തെ തുടർന്ന് ഗർഭിണിയാകുന്നു, കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു. അതിനിടയിൽ സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്ന ചില അലവലാദികൾ, സ്ട്രെച്ച് മാർക്ക് എങ്ങനെ തരണം ചെയ്യും, അങ്ങനെ പറയുന്ന ചില അലവലാദികളുടെ കമന്റുകൾക്ക് ചെവി കൊടുക്കുന്നില്ല. ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു മനോധൈര്യം, അല്ലെങ്കിൽ ആ എന്തിനും തയ്യാറായുള്ള ആ ഒരു സംസാര രീതി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി അടുത്തത് കുറെ പേര് ചോദിക്കുന്നത് അംജുക്കാടെ ഇതാണ്. ചില ആൾക്കാർ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, സ്വന്തം ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ഞാനൊരു പ്രഗ്നൻസി പില്ലോ പ്രഗ്നന്റ് ലേഡീസിന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കമൻസിന് മൊത്തം സ്വന്തം ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സുഖം ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ വേറെ ഒന്നിനും ഇല്ല. ഇപ്പം ഈ പ്രഗ്നൻസി പില്ലോടൊന്നും ആവശ്യമില്ല. പണ്ട് കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ പോയി ഭർത്താവിന്റെ കൂടെ കിടക്ക് കൊച്ചായി. പിന്നെ ചില കമന്റ്സിൽ ഞങ്ങളൊക്കെ ആ കാര്യത്തിൽ ലക്കിയാണ്, എന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചാൽ കിടക്കുന്നത്. അതായത് മനസ്സിലാക്കുന്നത് ഇവിടെ വലിയൊരു വിഭാഗം യാഥാസ്ഥിതികരായ സദാചാരവാദികളായ സ്ത്രീകൾ ഒന്നും കിട്ടാത്തതുകൊണ്ട്, അതായത് ഒരു കാരണവും കിട്ടാത്തതുകൊണ്ട് അസ്ലയെ കളിയാക്കിയിരിക്കുകയാണ്. സ്വന്തം ഭർത്താവിനെ കെട്ടിപ്പിടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പില്ലോയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതെന്ന്. അത് വലിയൊരു ആശയം തന്നെയാണ്. അതായത് സ്വന്തം ഭാര്യയെ സ്വന്തം ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റാത്തൊരു ഗർഭിണി,
അത് വലിയ രീതിയിൽ അസ്ലയെ അവഹേളിക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി പറഞ്ഞ ഈ പറഞ്ഞ എത്ര പേർക്ക് സ്വന്തം ഭർത്താവിനെ കെട്ടിപ്പിടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഈ ഗർഭ സമയത്ത്? എത്രയോ പകയന്മാര് വിദേശത്തും പല സ്ഥലങ്ങളിലും ആയിരിക്കാം. നിങ്ങളൊക്കെ കെട്ടിപ്പിടിച്ചവരാണോ? അത്തരത്തിലുള്ള നിങ്ങൾ എന്തുകൊണ്ട് അസ്ലയെ ഈ രീതിയിൽ അവഹേളിക്കുന്നു? ഒന്നും മിസ് ചെയ്യുന്നില്ല. എനിക്കും ആഗ്രഹമുണ്ട് കെട്ടിപ്പിടിച്ച് കിടക്കണമെന്നും കൂടെ ഉണ്ടാവണമെന്നും പ്രസൻസ് ഉണ്ടാവണമെന്നും ഒക്കെ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. അല്ല, ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ഈ ഒരു പ്രസവ ഗർഭിണിയാവുന്നതിന് മുമ്പ് പറഞ്ഞത്. എന്തോ ഭർത്താക്കന്മാരെക്കാൾ സ്പീഡുള്ള ഹലാക്കിലെ സാധനം 12-16 മടങ്ങ് ഓടുന്ന ഹലാക്കിലെ സാധനം കിട്ടിയാൽ ഭർത്താക്കന്മാർ പോലും വേണ്ട, ആ പകയന്മാരെക്കാൾ മികച്ച രീതിയിൽ പെർഫോമൻസ് തരുന്ന എന്തോ കുന്ത്രാണ്ടം തന്റെ കയ്യിലുണ്ട്, അത് താൻ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നു എന്നൊക്കെ രീതി ഭർത്താക്കന്മാരെ താറടിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. ഇപ്പോൾ ആ പറയുന്ന കുന്ത്രാണ്ടം അതിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ സാധിക്കുന്നില്ലേ? എന്തിനാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന പകയനെ തന്നെ കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? കെട്ടിപ്പിടിക്കാനും കൂടി അത് ഒരു യന്ത്രം ഉണ്ടാക്കിയാൽ കാര്യം കഴിഞ്ഞില്ലേ? കിട്ടിയും കൂടെ നമ്മളെ പിടിക്കും. എന്റെ അഭിപ്രായത്തിൽ ഈ വൈബ്രേറ്റർ എന്ന് പറയുന്ന ആ ഒരു ഹലാക്കിലെ സാധനം ഒരു റോബോട്ട് പോലെ ഒരു സംഗതി ഘടിപ്പിക്കണം. അതിനുശേഷം കെട്ടിപ്പിടിക്കേണ്ടപ്പോൾ ഓൻ കെട്ടിപ്പിടിക്കുന്നു, കെട്ടിപ്പിടിക്കേണ്ടാത്ത സമയത്ത് മറ്റു കലാപരിപാടികൾ അത് വേണ്ടുന്ന സമയത്ത് അത് തരുന്നു. ആ രീതിയിൽ ഒരു പഹയനെ ഉണ്ടാക്കുകയാണെങ്കിൽ, റോബോട്ടിനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. അപ്പൊ ആ രീതിയിലും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. എനിവേ, ഒടുവിൽ കുറ്റസമ്മതം അസ്ല മർലി നടത്തിയിരിക്കുന്നു. വലിയ സന്തോഷമുണ്ട്. കാരണം അന്ന് ഭർത്താക്കന്മാരെ ഈ രീതിയിൽ അടച്ചാക്ഷേപിച്ചതിൽ എനിക്ക് അതിയായ ദുഃഖം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് ഭർത്താക്കന്മാർ അതിനെ ചൊല്ലി വേദനിച്ചിരുന്നു. ചില ഭർത്താക്കന്മാർ ഒരുപക്ഷെ അവരുടെ ജീവിതം തന്നെ ഹലാക്കിലായിപ്പോയി എന്നുള്ള രീതിയിൽ ചിന്തിച്ച ആൾക്കാരുമുണ്ട്. ഇതുമാതിരിയുള്ള കുന്ത്രാണ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി ഭർത്താക്കന്മാർക്ക് സ്ഥാനമില്ല, ഔട്ടാണ്. കാരണം അത്രയും മികച്ച സംഗതിയാണെന്നാണ് അസ്ല മർലി അന്ന് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു തെറ്റ് തിരുത്തി, ആ ഒരു യന്ത്രം വലിച്ചെറിഞ്ഞ് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് സ്വന്തം ഭർത്താവ് തന്നെയാണ് ഏറ്റവും വലുതെന്ന് ഏറ്റവും ഒടുവിൽ അസ്ല പറഞ്ഞതിൽ വലിയ രീതിയിലുള്ള ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. എന്ത് ഹലാക്കിലെ സാധനം ഉണ്ടെങ്കിലും, ഇത്ര വലിയ ടെക്നോളജി ഉണ്ടെങ്കിലും, നമ്മൾ ഈ പറഞ്ഞ ഭർത്താവിന്റെ കരുതൽ അല്ലെങ്കിൽ ഭാര്യയുടെയൊക്കെ കരുതൽ, വീട്ടുകാരുടെ കരുതൽ, അത് തീർച്ചയായും അങ്ങനെ തന്നെ കിട്ടണം. എന്നാൽ മാത്രമേ അതിലൊരു പൂർണ്ണത വരികയുള്ളൂ. എനിവേ, ആ ഒരു സത്യം മനസ്സിലാക്കിയ അസ്ലയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. വളരെ സന്തോഷപൂർവമായ ഒരു പ്രസവ വ്ലോഗ് കാഴ്ചവെച്ച് പ്രസവിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാവട്ടെ. അള്ളാഹു അതിനുള്ള എല്ലാ കൃപയും നൽകട്ടെ. എന്നോടൊപ്പം തന്നെ എന്നെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ ഒരു പ്രസവ വ്ളോഗേഴ്സിന് കിട്ടുന്ന ഒരു പരിഗണന അസ്ലയുടെ ചാനലിൽ നിലവിൽ കിട്ടുന്നില്ല. പണ്ട് അസ്ലയ്ക്ക് വലിയ വ്യൂസ് ആയിരുന്നു, ഇപ്പൊ അത്രത്തോളം ഇല്ല. ഏറിപ്പോയ 2 ലക്ഷം 3 ലക്ഷം ഒക്കെയാണ്. അത്രയും കിട്ടിയ പോലെ വലിയ ചാനലാണ്. അതിൽ നിന്നൊരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്, ഈ അസ്ല എന്ന് പറയുന്ന ഈ ഒരു പഹയത്തിയുടെ ചാനലിൽ കയറിക്കൂടി ഇരുന്ന ആളുകൾ സെക്സ് എഡ്യൂക്കേഷൻ പഠിക്കാൻ കയറിയ സ്ത്രീകളും പെൺകുട്ടികളും അല്ലായിരുന്നു. അവർ ഈ പറഞ്ഞ കമ്പിക്കഥകൾ കേൾക്കാൻ വേണ്ടി കയറിക്കൂടിയ ഞരമ്പ് രോഗികളായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഓലിക്ക് ഈ പറയുന്ന പ്രസവത്തോടോ അല്ലെങ്കിൽ കുട്ടികളോടോ ഒന്നും വലിയ താല്പര്യമൊന്നും ആ പഹയന്മാർക്കില്ല. അവർക്ക് കമ്പിക്കഥ കേൾക്കുക എന്നുള്ളതാണ് ഏക ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഹിമാറുകൾ കേൾക്കാറുമില്ല, അവർക്കൊട്ട് താല്പര്യമില്ല. അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി അസ്ലയുടെ ചാനലിന് മാറി എന്നുള്ളത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിനെയൊക്കെ മറികടന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രചാരം അസ്ല മർലിയുടെ വീഡിയോയ്ക്ക് കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും. തെറ്റുതിരുത്തിയതിൽ, കുറ്റസമ്മതം നടത്തിയതിൽ വലിയ സന്തോഷവും ഒരുപാട് അഭിനന്ദനവും. എനിവേ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താം. ആദ്യമായി ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.